അങ്ങനെ ഒരിക്കൽ കൂടി ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലെത്തിയത് ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാൻ വേണ്ടിയാണ്, അല്ലാതെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാൻ വേണ്ടി അല്ല. ദില്ലി വരെ പോയതുകൊണ്ട് നഡ്ഡയോട് സമയം ചോദിച്ചിട്ടുണ്ട്. സമയം ലഭിച്ചില്ലെങ്കിൽ കാണാതെ വെറും നിവേദനം കൊടുത്ത് മടങ്ങുമെന്നും അതിൽ വളരെ വിശദമായി ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നുമുള്ള ഒരു ഔദാര്യം മന്ത്രി നൽകിയിരിക്കുന്നു. ക്യൂബയിലെ ഉപപ്രധാനമന്ത്രി എത്തുന്നതിനാൽ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് വൈകിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പിലെ ആധുനികതയാണ് ചർച്ചയ്ക്ക് വരിക. നമുക്കറിയാം, പനി വന്നാൽ പോലും മര്യാദയ്ക്ക് മരുന്ന് നൽകാനില്ലാത്ത കേരളത്തിൽ, രോഗികൾക്കുണ്ടായിരുന്ന കാരുണ്യ പദ്ധതി പോലും നിർത്തിവെക്കേണ്ടി വന്ന കേരളത്തിൽ, അവയവം പോലും കട്ടുകൊണ്ടുപോകുന്ന കേരളത്തിൽ, ആശുപത്രി ലിഫ്റ്റ് പോലും പ്രവർത്തിക്കാത്ത ഈ കേരളത്തിൽ തീർത്താൽ തീരാത്ത നൂറുകണക്കിന് പ്രശ്നമുള്ളപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് വരാൻ പോവുകയാണ് മന്ത്രി. അതും ക്യൂബയിൽ നിന്ന്. വിരോധാഭാസം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ? പക്ഷേ അതിനുവേണ്ടി ആശാവർക്കർമാരെ ഒരിക്കൽ കൂടി ഇങ്ങനെ പറ്റിക്കേണ്ടതായിരുന്നു. ഏതായാലും ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെത്തുന്ന സംഘവുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് വൈകിട്ട് ചർച്ച നടത്തുകയാണ്. ക്യാൻസർ വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചർച്ചയിൽ വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ക്യാൻസർ വാക്സിൻ നിർമ്മാണത്തെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഇന്നും നടത്താൻ പോവുകയാണ്. കൂടാതെ അൽഷിമേഴ്സ്, ഡെങ്കി വാക്സിൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തെ പറ്റിയും ചർച്ച നടത്തും. അങ്ങനെ ക്യൂബ എന്ന രാജ്യവും കേരളത്തിലെ ക്യൂബ മുകുന്ദന്മാരും ഒന്നിക്കുകയാണ്. സമരം നടക്കുന്ന കേരളത്തിൽ നിന്നും തൽക്കാലം മന്ത്രിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുപോയ കാര്യം മാത്രം നടക്കുന്നത് സംശയത്തിലാണ്. വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി നഡ്ഡയെ കാണുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇപ്പോഴും. കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കാണുമെന്നും അല്ലെങ്കിൽ മറ്റൊരു ദിവസം വന്ന് അദ്ദേഹത്തെ കാണുമെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആശാവർക്കർമാർ മാത്രമല്ല, കേരളത്തെ ഒന്നടങ്കമാണ് ആരോഗ്യമന്ത്രി അങ്ങനെ പറ്റിച്ചിരിക്കുന്നത്. ആശാമാരുടെ ഓണറേറിയം വർധനവ്, എയിംസ് കേരളത്തിന് ലഭ്യമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി നഡ്ഡയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന വീണ ജോർജ് അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുകയാണ്. അങ്ങനെ ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ആരോഗ്യമന്ത്രി. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തത്. നഡ്ഡയെ കാണാൻ സമയം ലഭിക്കുകയാണെങ്കിൽ മാത്രം കാണും, അല്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുമെന്നാണ് മന്ത്രി വീണ പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതിനേക്കാളും നല്ലത് ആശാവർക്കർമാരുടെ കാര്യങ്ങളും ക്യൂബയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ ചർച്ച ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും മന്ത്രി വരാൻ കാത്തിരിക്കുകയാണ്. ആശാവർക്കർമാർ മാത്രമല്ല, കേരളം ഒന്നടങ്കം.